ഇത് വിശാൽ സാറിന് തരാൻ ഗായത്രിയമ്മ വാങ്ങിവെച്ചിരുന്ന ജന്മദിന സമ്മാനമാണെന്നാ ചെറിയമ്മ പറഞ്ഞത്. സത്യ, ഈ പെട്ടിയിൽ എന്തോ രഹസ്യമുണ്ട്. ദാ കണ്ടില്ലേ, ചുവന്ന പട്ടുകൊണ്ട് ഇത് കെട്ടിയിരിക്കുന്നത്. എന്ത് രഹസ്യമായിരിക്കുന്ന ആർക്കും അറിയില്ല. പക്ഷേ വിശാൽ സാറിന് പ്രയോജനപ്രദമായ എന്തോ ഒന്നായിരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. മോന് തരാൻ അമ്മ വാങ്ങിവെച്ചതല്ലേ, അതുകൊണ്ടാ ഞാനിത് കഴുകി വൃത്തിയാക്കി വിശാൽ സാറിന് തരാൻ കൊണ്ടുവന്നത്. ആ കഥയിലെ അമ്മയെ പോലെ സ്വർഗത്തിൽ നിന്നും ഗായത്രിയമ്മ കൊടുത്തയച്ച സമ്മാനമാണെന്ന് കരുതി സാർ ഇത് വാങ്ങണം. നിമിത്തങ്ങളിലൊന്നും സാറിന് വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയാം, ആ പുസ്തകത്തിലെ കഥയും ഈ സമ്മാനവും ഒരു നിമിത്തമാണ്. ശുഭസൂചകമായ ഒരു നിമിത്തം. ആ പെട്ടിയിൽ എന്താന്ന് വിശാൽ സാറിന് ഊഹിക്കാമോ? ഊഹമല്ല, എനിക്ക് നന്നായിട്ടറിയാം ഇതിലെന്തായിരിക്കുമെന്ന്. എന്താ ഇതിലുള്ളത്? ജീവൻ, എന്റെ അമ്മയുടെ ജീവൻ. വിശാൽ, ഇതെന്താ അമ്മേ? മാജിക് മ്യൂസിക് ആൻഡ് ലോജിക്. മാജിക് മ്യൂസിക് ആൻഡ് ലോജിക്കാ? ഇത് എനിക്കാണോ അമ്മേ? പിന്നെ ആർക്കാ? ഫ്രണ്ട്സിന്റെ കയ്യിലൊന്നും ഇല്ലാത്തൊരു ഗിഫ്റ്റ് തരണമെന്ന് മോൻ എന്നോട് പറഞ്ഞില്ലേ? ഇത് ആരുടെ കയ്യിലും ഉണ്ടാവില്ല. അമ്മേ, മ്യൂസിക്. മ്യൂസിക് മാത്രമല്ല, ഇതില് വേറെയും ചില സൂത്രങ്ങളുണ്ട്. വേറെ സൂത്രങ്ങളോ? ഇതിനകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ട് പസിൽ പോലെ ലോക്ക് ചെയ്താലേ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ലോക്ക് തുറന്നാൽ കണ്ടുപിടിക്കാൻ കഴിയില്ലേ? പസിൽ പോലെ അല്ല ഇതിന്റെ ലോക്ക്. ലോക്ക് തുറക്കണമെങ്കിൽ അതിന്റെ സൂത്രം അറിയണം. അതുകൊണ്ടാ ഇതിനെ മാജിക് മ്യൂസിക് ആൻഡ് ലോജിക് ബോക്സ് എന്ന് പറയുന്നത്. മാജിക് ബോക്സ് എന്ന് ചുരുക്കി പറയും. എനിക്കിഷ്ടായി. ഇതിലെന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചാലോ അമ്മേ? ഹലോ, വാട്ട്? ആ ശരി, ഞാൻ റെഡിയാ. നിങ്ങൾ വരുമ്പോ ആ ഫയലുകൾ എടുക്കാൻ മറക്കണ്ട. മോനെ, ഈ പ്രോജക്റ്റിന്റെ കാര്യത്തില് അമ്മയ്ക്ക് ഒരിടം വരെ പോണം. എവിടെ? ഉദയന്നൂരെന്നാ ആ സ്ഥലത്തിന് പറയുന്നത്. പോയി വന്നിട്ട് ഈ മാജിക് ബോക്സിന്റെ ട്രിക്സ് അമ്മ പറഞ്ഞു തരാം. അമ്മയ്ക്ക് ഇതിന്റെ ട്രിക്സ് അറിയാമോ? ഇല്ല, ഇതുണ്ടാക്കിയവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ പോയി വന്നിട്ട് അമ്മ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞത്. അമ്മ വേഗം വരുവോ? പെട്ടെന്ന് വരില്ലേ? അമ്മയ്ക്കറിയില്ലേ അമ്മയുടെ മോൻ അമ്മയെ കാത്ത് ഇവിടെ ഉണ്ടെന്ന്? പ്രോമിസ്.
പ്രോമിസ്. ഈ പ്രോമിസ് തെറ്റിച്ചാലേ ഞാൻ അമ്മയോട് പിണങ്ങും. മിണ്ടത്തില്ല. ഇല്ലടാ മോനെ, ഞാൻ പോയി വേഗം വരാട്ടോ. ബൈ. ബൈ അമ്മേ. ഇതെന്താ വിശാൽ സാർ? ഇതെന്താന്ന് ചോദിച്ചാ അമ്മയുടെ ഭാഷയെ പറഞ്ഞ മാജിക് മ്യൂസിക് ആൻഡ് ലോജിക് ബോക്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതെനിക്കും അറിയില്ല പാർവതി. ഇത് ഓപ്പൺ ചെയ്യുമ്പോ മ്യൂസിക് വരേണ്ടത്. വർഷം ഇത്രയായില്ലേ? ഞാൻ ഇതിന്റെ ബാറ്ററി ഒന്ന് മാറ്റി നോക്കട്ടെ. വർഷങ്ങൾ ഇത്രയായിട്ടും ഇതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? മ്യൂസിക് എന്താണെന്ന് മനസ്സിലായി. അമ്മ പറഞ്ഞ ആ മാജിക്കും ലോജിക്കും എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. വിശാൽ സാറിന് തരാൻ വേണ്ടിയല്ലേ ഗായത്രി അമ്മ ഇത് വാങ്ങിച്ചത്? എന്നിട്ട് എന്തുകൊണ്ടാ വിശാൽ സാറിന് ഇത് തരാതെ പോയത്? എന്റെ കൈ തന്നു. അപ്പോഴാ അമ്മയ്ക്കൊരു ഫോൺ വന്നത്. അമ്മയ്ക്ക് അർജന്റായിട്ട് എവിടെയോ പോണോന്ന്. ഇതിലെ മാജിക്കും ലോജിക്കും വന്നിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞ് ഇതെന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി. അന്ന് പോയതാ. പിന്നെ എന്റെ അമ്മ തിരിച്ചു വന്നിട്ടില്ല. അയ്യോ, അതെനിക്കറിയില്ലായിരുന്നു. ഇത് കാണുമ്പോ വിശാൽ സാറിന് സന്തോഷാവുന്ന ഞാൻ കരുതിയത്. പക്ഷെ വിശാൽ സാറിനെ വിഷമിപ്പിക്കുക ഞാനിപ്പോ ചെയ്തത്. ഇതിനി വിശാൽ സാറിന്റെ കൈ വെക്കണ്ട. താ, ഞാനിത് അവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചോളാം. വേണ്ട, ഇതെന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. അത് വേണ്ട വിശാൽ സാർ. ഇതുമായിട്ട് പോയപ്പോഴല്ലേ വിശാൽ സാറിന്റെ അമ്മ. അപ്പോ ഇതിൽ പ്രധാനപ്പെട്ട എന്തോ ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ കിടക്കുന്ന മുറിയിൽ വെക്കാൻ പാടില്ല. സാർ, അതിന് തരൂ, ഞാൻ എവിടെയെങ്കിലും കൊണ്ട് വെച്ചോളാം. ഈ ബോക്സ് എനിക്ക് എന്റെ അമ്മയുടെ ഓർമ്മയാ. വേഗം വരാന്ന് പറഞ്ഞു പോയിട്ട് അമ്മ തിരിച്ചു വന്നില്ലല്ലോ. പെട്ടെന്ന് വരില്ലേ? അമ്മയ്ക്കറിയില്ലേ അമ്മയുടെ മോൻ അമ്മയെ കാത്ത് ഇവിടെ ഉണ്ടെന്ന്? പ്രോമിസ്. പ്രോമിസ്. അതിന് അമ്മയോട് ദേഷ്യമായിരുന്നു കുറെ കാലം. എനിക്കറിയാം, അച്ഛനും അച്ഛമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മരണം
അവിചാരിതമായി വരുന്നെന്ന് എനിക്കറിയാം. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ എന്റെ കുഞ്ഞ് ഈഗോ തയ്യാറായിരുന്നില്ല. അമ്മ വാക്ക് പാലിക്കാത്തതിന്റെ ദേഷ്യവുമായി ഞാൻ കഴിഞ്ഞു. അമ്മയുടെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിച്ചു. എന്റെ മുറിയിൽ അമ്മയുടെ ഫോട്ടോയ്ക്ക് പോലും അന്ന് സ്ഥാനം ഉണ്ടായിരുന്നില്ല. അയ്യോ വിശാൽ സർ, വിശാൽ സർ. പക്ഷേ ഇപ്പൊ എനിക്കറിയാം, എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ കഴിയാത്തതിൽ എന്നെക്കാൾ സങ്കടം എന്റെ അമ്മയ്ക്കുണ്ടെന്ന്. മ്യൂസിക്കിന്റെ അർത്ഥം എനിക്കറിയാം, മാജിക്കിന്റെ അർത്ഥവും എനിക്കറിയാം. ലോജിക്കിന്റെ അർത്ഥം അറിയില്ല. പക്ഷേ എനിക്കത് കേൾക്കുമ്പോ തോന്നുന്നത് ഗായത്രി അമ്മ ഇതിൽ എന്തോ രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ടെന്നോ. രഹസ്യം? അത് എന്റെ തോന്നലാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല വിശാൽ സർ. പക്ഷേ വർഷം ഇത്രയായിട്ടും ഇത് നശിച്ചു പോകാതെ നിന്നെങ്കിൽ ഇത് ഗായത്രി അമ്മയുടെ ആത്മാവ് സംരക്ഷിച്ചു വെച്ചത് തന്നെയാ. ഇതിലെന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് വിശാൽ സാറിന് ഇപ്പൊ തോന്നുന്നില്ലേ? നോക്കി നിൽക്കായിരുന്നു. ഞാൻ ചാർജ് ചെയ്ത് തന്നതില് ഇനിയും പൈസ ബാക്കിയുണ്ടാവും. എനിക്ക് വിപിൻ സാറിനെ ഒന്നുകൂടി ഒന്ന് വിളിക്കണം. മനസ്സില്ല, എന്റെ തല്ലിപ്പൊളി ഫോണല്ലേ. തല്ലിപ്പൊളി ഫോണില് നീ അയാളോട് സംസാരിക്കണ്ട. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഇത് നല്ല അടിപൊളി ഫോണാ. ഞാൻ വിളിച്ചിട്ട് തരാടി. നീ ഇവിടെ നിന്നോ. പല്ലവി, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ചാലേ അവളിത് നിർത്തൂ. ഇന്നത്തോടെ ഈ ഫോൺ വിളി ഞാൻ അവസാനിപ്പിച്ചുതരാം. ആ പല്ലവി, നീ എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്? നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അനിയൻ എന്നല്ലാതെ വേറെ എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? വിപിൻ സാറേ. വിപിൻ സാറ് ഇനി മേലെ അങ്ങനെ വിളിച്ചു പോരുത്. ഇനി നീ എനിക്ക് ഫോൺ ചെയ്താ അവിടെ വന്ന് നിന്റെ കർണക്കുട്ടി ഞാൻ അടിച്ചു പൊടിക്കും. പിന്നെ വിപിൻ ചേട്ടാന്ന് വിളിക്കണോ? ചേട്ടാന്നും വിളിക്കണ്ട, സാറേന്നും വിളിക്കണ്ട. നീ എന്നെ വിളിക്കേ വേണ്ട. എനിക്ക് വിപിൻ സാറിനെ ഇഷ്ടമായതുകൊണ്ടല്ലേ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ നീ എന്തിനാ ഇഷ്ടപ്പെടുന്നേ? എന്നെ ഇഷ്ടപ്പെടണ്ട. ഈ ലോകത്ത് വേറെ എത്രയോ ആണുങ്ങളുണ്ട്. അവരാരെങ്കിലും പോയി ഇഷ്ടപ്പെട്. അതിന് ഇഷ്ടപ്പെടാൻ പറ്റിയ ആള് ഈ നാട്ടിൽ ഉണ്ടായിട്ട് വേണ്ടേ? ഇടി തർക്കുത്തരം പറയുന്നു. നീ അന്വേഷിക്കേ, അല്ലെങ്കിൽ കൂട്ടുകാരോട് പറഞ്ഞ് ഓൺലൈനിൽ ഒരു പോസ്റ്റ് ഇട്. കാമുകന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പല്ലവി, ഹലോ പല്ലവി, കരയണ്ട. ചേടാ, ഇത് വലിയ കഷ്ടമാണല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതാ. സത്യമായിട്ടും വെറുതെ പറഞ്ഞാണോ? ആ അതെ. നീ ഈ കരച്ചിലൊന്ന് നിർത്ത്. വടി കൊടുത്ത് അടി വാങ്ങിച്ചിട്ടിരുന്ന് മൂങ്ങുന്നു.
ഇനി ഞാൻ ഫോൺ വിളിച്ചാ എന്നെ വഴക്ക് പറയോ? ഇല്ല. സത്യം? സത്യം. എന്നാ പൈസ താ. പൈസയോ? ഏത് പൈസ? അത് ഉത്സവത്തിന് ഫ്ലെക്സ് വെക്കാൻ ഞാൻ വിപിൻ സാറിന്റെ ഫോട്ടോ കൊടുത്തു. അപ്പൊ കമ്മിറ്റിക്കാര് പറയാ അന്നദാനത്തിന് പൈസ കൊടുത്താലേ ഫോട്ടോ ഫ്ലെക്സിൽ വെക്കൂന്ന്. എന്റെ ഫോട്ടോ ഫ്ലെക്സിൽ വെക്കണ്ട, പ്രശ്നം തീർന്നല്ലോ. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. പൈസ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു പോയി. അവര് ഫ്ലെക്സ് അടിക്കാനും കൊടുത്തു. ഇനി പൈസ കൊടുത്തില്ലെങ്കിൽ അവരെന്റെ ചെവിക്ക് പിടിക്കും. മുത്തശ്ശൻ അറിഞ്ഞ അത് വലിയ പ്രശ്നമാവും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്ന? ശരി ശരി, എത്രയാ വേണ്ടത്? 10,000 രൂപ. 10,000 രൂപയോ? 1000 രൂപയുടെ ഫ്ലെക്സ് വെച്ചാൽ മതി. അത് ഫ്ലെക്സിനല്ല, അന്നദാനത്തിനാണെന്ന് പറഞ്ഞില്ലേ? ആ ശരി ശരി. ഈ നമ്പറിൽ UPI ഉണ്ടോ? കൂട്ടുകാരോട് ചോദിക്ക്. UPI യോ? അങ്ങനെ പറഞ്ഞാൽ എന്താ? നീ ചോദിക്കേ. എടി സുരഭി, ഇതില് UPI ഉണ്ടോ? ഉണ്ട്. വിപിൻ സാറേ ഉണ്ട്. അതിലേക്ക് ഞാനിപ്പോ ഒരു 10,000 രൂപ അയക്കാം. ദേ, ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. ഈ ഫോണിലേക്ക് പൈസ അയച്ച എങ്ങനെ കിട്ടും? ATM പോയി എടുക്കണം. ഇപ്പൊ തന്നെ കിട്ടുവോ? അയച്ചാ അപ്പൊ തന്നെ കിട്ടും. അയ്യോ, 10,000 രൂപ. അതെങ്ങനെയാ ചെലവാക്കുക? കൊറേ ഡ്രസ്, ചെരുപ്പ്, ഐസ്ക്രീം, എന്തൊക്കെ വാങ്ങാം. അയ്യോ, വാടി, ATM പോയി പൈസ എടുക്കാം. എന്തിനാ അടച്ച് കുത്തിയിടുന്നേ? ഇതിപ്പോ നമ്മുടെ റൂമൊന്നും അല്ല. പിടികിട്ട പുള്ളിയെ ചേസ് ചെയ്ത് പിടിക്കുന്നത് പോലെയാ എന്റെ മുന്നിൽ അരവിന്ദൻ പോലീസ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത്. എന്നെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണെന്നാ ഞാൻ കരുതിയത്. ഭാഗ്യത്തിന് അതുണ്ടായില്ല. പക്ഷേ ജയയുടെ മരണത്തെക്കുറിച്ച് പാർവതി പറഞ്ഞത് മുഴുവനും അയാൾ വിശ്വസിച്ചിട്ടുണ്ട്. പഴയ ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ല അയാളുടെ ആ സംസാരത്തിൽ. ഒരു സേതുരാമയ്യർ ലൈൻ. അരവിന്ദൻ എന്താ പറഞ്ഞത്? അയാൾ ആ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം സംസാരിച്ചത് ജയയുടെ മരണത്തെക്കുറിച്ചും. എന്റെ അനിയത്തി, നിന്റെ ഭാര്യ ഒരസുഖവും ഇല്ലാതെ നിന്ന നിൽപ്പിൽ മരണപ്പെട്ടു. അതൊരു സ്വാഭാവിക മരണമായിട്ടേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ that was a well planned murder. അന്വേഷണ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റിയെങ്കിലും എന്റെ അനിയത്തിയുടെ മരണകാരണം എനിക്ക് അന്വേഷിച്ചല്ലേ പറ്റൂ. ആ അന്വേഷണം വന്നു നിൽക്കുന്നത് ദാ ഇപ്പോ ഇവിടെ നിന്റെ മുന്നിൽ. അതുകൊണ്ട് എനിക്ക് നിനക്കുള്ള വിലങ്ങുമായി അയാൾ ഏത് നിമിഷവും ഇവിടെ എത്തും. പ്രതീക്ഷിച്ചിരുന്നു. ഒന്നുകിൽ എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ അറസ്റ്റ് തടയാനുള്ള മാർഗം എന്തെങ്കിലും കണ്ടുപിടിക്കണം. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഭീരുവല്ല ജാസ്മിൻ. നേരിടണം. എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യണം. പാർവതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതെല്ലാം DYSP വിശ്വസിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അരവിന്ദിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് DYSP ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതെന്നുമല്ലേ ആന്റി പറഞ്ഞത്? അയാള് പോലീസ് വണ്ടിയിലെ ഏട്ടന്റെ അടുത്ത് വന്നെങ്കിൽ ഇപ്പോഴും അയാൾ സർവീസിലുണ്ട്. എന്നുവെച്ചാ DYSPയെ കളത്തിലിറക്കി ആന്റി കളിച്ച കളികളെല്ലാം ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല, DYSPയുടെ ഓഫീസിൽ നിന്ന് പാർവതിയെ വിശാൽ ഇറക്കിക്കൊണ്ടുവന്നതോടെ ആ കേസും ഇല്ലാതായി. മൊത്തത്തില് കാലക്കേടാണല്ലോ ഏട്ടാ. കാലക്കേട് നമുക്കല്ല, അയാൾക്കാ, അരവിന്ദന്. അയാളെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തിട്ട് വിളി വരുന്നതും പ്രതീക്ഷ നമ്മൾ ഇവിടെ ഇരുന്നു. അതാണ് നമുക്ക് പറ്റിയ അബദ്ധം. ഇനി അത് സംഭവിക്കില്ല. കൊട്ടേഷൻ കൊടുത്തിട്ട്
ഞാൻ മാറി നിൽക്കില്ല. ചത്തു എന്ന് ഉറപ്പാക്കാൻ ഞാൻ അവരുടെ പുറകെ പോവും. എന്നിട്ട് സെൻട്രൽ ജയിലിൽ പോയി കിടക്കുകയും ചെയ്യാം. മണ്ടത്തരം പറയാതിരിക്കണ്ടേ ഏട്ടാ. പാർവതി പറഞ്ഞത് അയാള് വിശ്വസിച്ചിട്ടുണ്ടെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്? അപ്പൊ വിശാലിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും നമ്മളാണെന്ന് അയാള് വിശ്വസിക്കുന്നുണ്ടാവും.